ഹലോ മകളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലേ? നമുക്കിനി അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയായിരുന്നു നിങ്ങൾ എഴുതേണ്ടിയിരുന്ന ആൻസേഴ്സ് എന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. കാരണം ഇവിടെ പറ്റിയ അബദ്ധങ്ങളാണ് നമുക്കിനി കറക്റ്റ് ചെയ്യാനുള്ളത്. കാരണം വരാൻ പോകുന്ന ബോർഡ് എക്സാമിനേഷൻ ആണ്, അവിടെ നമുക്കൊരു കറക്ഷൻ പോസിബിലിറ്റി ഇല്ല. സോ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന തെറ്റുകളൊക്കെ കൃത്യമായി കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനി കത്തി വെച്ച് സമയം കളയുന്നില്ല, വേഗം ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെയിം ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ആദ്യമായി കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പേരെന്ന് പറയുന്നത് that is HIND2. So the correct answer എന്ന് പറയുന്നത് HIND2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഇക്കോ R1 എന്ന് എഴുതി വെച്ചിട്ട് വരരുത് കേട്ടോ, അത് നമ്മൾ നെയിമിംഗ് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടെത്തിയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് HIND2 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്നർ മോസ്റ്റ് വാൾ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഈസ്. പല കുട്ടികൾക്കും ചിലപ്പോൾ ഡൗട്ട് തോന്നും, എന്താണ് ഈ മൈക്രോസ്പൊറാഞ്ചിയം? അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആന്തർ ആണ്. സോ ആന്തറിന്റെ ഇന്നർ മോസ്റ്റ് ലെയർ എന്ത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ടപ്പീറ്റം ആണ്. ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും, നറിഷ്മെന്റ് ഓഫ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. Next question, the ability to multiply copies of antibiotic resistance gene in E. coli is called. നമുക്ക് കോപ്പി എടുക്കാനുള്ള കഴിവ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ക്ലോണിംഗ്. സോ ദി ആൻസർ വിൽ ബി ക്ലോണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് GEAC. GEACയുടെ ഫുൾ ഫോം ആണ് ചോദ്യം. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. സോ അതാണ് GEAC. ലാസ്റ്റ്, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ബിഗിൻസ് വിത്ത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിൽ നടക്കുന്ന ഡീകമ്പോസിഷന്റെ ഫുഡ് ചെയിൻ ആണ് അല്ലെ? സോ അത് സ്റ്റാർട്ട് ചെയ്തത് ഓഫ് കോഴ്സ് ഏതിൽ നിന്നായിരിക്കും? ഡെട്രിറ്റസിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ അതിനെ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡെട്രിറ്റസ്. ഡെഡ് ആൻഡ് ഡീക്കേഡ് പാർട്ടിക്കിൾസ് എന്ന് എഴുതിയാലും മാർക്ക് തരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 devices to discourage self pollination and encourage cross pollination. ക്രോസ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ തന്നെ ഒരുപാട് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ ഉണ്ട് പ്രകൃതിയിൽ. സോ ആ ചെടികളിൽ കാണപ്പെടുന്ന ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ ഏതൊക്കെ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിസെക്ഷൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ? ചെടികൾ യൂണിസെക്ഷൽ ആയിരിക്കും. സോ യൂണിസെക്ഷൽ കണ്ടീഷൻ ഒന്നാമത്തത്. രണ്ടാമത്തത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, അതായത് സ്വന്തം പോളൻ ഗ്രെയിനിന് സ്വന്തം ഓവത്തിന് ഫെർട്ടിലൈസിന് കഴിവില്ലായ്മ, അതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. മൂന്നാമത്തത് ഡിഫറെന്റ് പൊസിഷൻ ഓഫ് പോളൻ ആൻഡ് സ്റ്റിഗ്മ. പോളനും സ്റ്റിഗ്മയും പല സ്ഥലങ്ങളിലായി നിൽക്കുന്നത്, അതായത് ചിലർ പൊക്കത്തിൽ നിൽക്കുന്നു, പോളൻ താഴെ നിൽക്കുന്നു. അങ്ങനെ ഡിഫറെന്റ് പൊസിഷനിലായിട്ട് സ്റ്റിഗ്മയും പോളനും വന്നു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മൂന്നാമത്തത് നോൺ സിങ്ക്രണസ് മെച്യൂരിറ്റി ആണ് അടുത്തതെന്ന് പറയുന്നത്. നോൺ സിങ്ക്രണസ് മെച്യൂരിറ്റി ഓഫ് പോളൻ ആൻഡ് ഓവം. അതായത് ഓവം റെഡി ആവുമ്പോൾ പോളൻ റെഡി ആവില്ല, പോളൻ റെഡി ആവുമ്പോൾ ഓവവും റെഡി ആവില്ല. ഇതാണ് നോൺ സിങ്ക്രണസ് മെച്യൂരിറ്റി നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. പെരിസ്പെർം. എന്താണ് പെരിസ്പെർം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പെരിസ്പെർം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പെരിസ്പെർം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബ്ലാക്ക് പെപ്പറിലും കോഫിയിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് നമ്മൾ പെരിസ്പെർം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡോർമൻസി? എന്താണ് ഡോർമൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡോർമൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ചെടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സീഡ്സ് വളരെ കാലത്തേക്ക് പൊടിക്കാതെ, അതായത് ജെർമിനേറ്റ് ചെയ്യാതെ കുറേ കാലം എന്ത് ചെയ്യും? അങ്ങനെ തന്നെ കിടക്കും. എംബ്രിയോ ഇനാക്റ്റീവ് ആയിരിക്കും. സോ ദാറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ഡോർമൻസി. അതിനാണ് നമ്മൾ ഡോർമൻസി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊടിച്ചു വരും കേട്ടോ, അത് ഡോർമൻസി ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരും. സോ ഡോർമൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ഇനാക്റ്റീവ് എംബ്രിയോ ഇനാക്റ്റീവായി കാണപ്പെടുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ, അതിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ. എംബ്രിയോ ഇനാക്റ്റീവായി കിടക്കുന്നതിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് വിളിക്കുന്നത്. ഓർ അണേബിൾ ടു ജെർമിനേറ്റ്, ഒരു സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഡോർമൻസി നമ്മൾ പറയാറുണ്ട്.
Then what is plasmid? Mention its use in biotechnology. എന്താണ് പ്ലാസ്മിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്ലാസ്മിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ DNA വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. ഇറ്റ് ഈസ് autonomously replicating extra chromosomal circular double-stranded DNA is called a plasmid. എക്സ്ട്രാ ക്രോമസോം ആയിരിക്കും, സർക്കുലർ ഷേപ്പ് ആയിരിക്കും, ആൻഡ് സ്വന്തമായിട്ട് കോപ്പി ഉണ്ടാക്കാൻ കഴിവും ഉണ്ടാകും. അതാണ് ഒരു പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ബാക്ടീരിയകളിലാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബയോടെക്നോളജിയിൽ തന്നെ യൂസ് ചെയ്യുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ടാണ്. സോ ദേ ആർ മെയിൻലി യൂസ്ഡ് ആസ് ക്ലോണിംഗ് വെക്ടേഴ്സ്. Next question. Write briefly about PCR and its 3 steps. PCR ന്റെ full form എന്താ? Polymerase chain reaction അല്ലേ? Polymerase chain reaction. ആൻഡ് അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു DNA അല്ലെങ്കിൽ ഒരു ജീനിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ്, മില്യൺ ടൈംസ് കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCR യൂസ് ചെയ്യുന്നത്. അതിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഡീനാച്ചുറേഷൻ, 2 അനീലിംഗ്, 3 എക്സ്റ്റൻഷൻ. So these are the 3 steps in PCR. Okay, PCR ഈ 3 സ്റ്റെപ്സ് ആണുള്ളത്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം എനി 2 important defense mechanisms in plants against herbivore. അതായത് ഈ മാടുകളൊക്കെ വന്ന് കഴിച്ച് ഗ്രേസ് ചെയ്ത് കൊണ്ട് പോകാതിരിക്കാൻ ചെടികളിൽ തന്നെ ചില മെക്കാനിസം ഉണ്ട്. സോ എന്തൊക്കെയാണ് ചെടികളിലുള്ള അഡാപ്റ്റേഷൻസ് എന്നാണ് ചോദ്യം. ഒന്ന് നമുക്കറിയാം, തോൺസ് എന്ന് പറയുന്നത് അതൊരു മെക്കാനിക്കലായി അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ചെടികളെ. അപ്പൊ മുള്ളുള്ള ചെടികളെ ഓവർ ഗ്രേസ് ചെയ്തുകൊണ്ട് പോവില്ല. അത് എന്താ പറയാ, ഈ ആടൊന്നും വന്ന് കഴിച്ചുകൊണ്ട് പോകത്തില്ല. രണ്ടാമത്തെന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കലോട്രോപ്പിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വിഷമാണ്, ടോക്സിക് ആണ്. അപ്പൊ ആ ചെടികളെ മൃഗങ്ങൾ വന്ന് കഴിക്കാറില്ല. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ അത്താഴമായിരിക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ അത് ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ചെടിയെ മറ്റുള്ളവരൊന്ന് കഴിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ? ഗിവ് ആൻ എക്സാമ്പിൾ. അതായത് എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ചില ചെടിയുടെ പ്രോട്ടോപ്ലാസംസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വെളിയിലെടുത്തിട്ട് ഇവരെ ഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഒരു പുതിയ ചെടിയാക്കി മാറ്റും. അതിനെയാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസംസ്. ഓക്കെ, ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസംസ്, 2 വ്യത്യസ്ത ചെടികളുടെ പ്രോട്ടോപ്ലാസംസ് എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യാണ്. ഓക്കെ, സോ ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസംസ് ഓഫ് 2 varieties of plants are fused to produce a new hybrid plant. അതിനെയാണ് നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താണ് പൊമാറ്റോയിൽ പൊട്ടറ്റോയും ടൊമാറ്റോയാണ് നമ്മൾ ആക്ച്വലി ചേർത്തത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുകളിൽ തക്കാളിയും കിട്ടണം, താഴെ ഉരുളക്കിഴങ്ങും കിട്ടണം, അല്ലെങ്കിൽ പൊട്ടറ്റോയും കിട്ടണം. സോ ഇത് രണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് പൊമാറ്റോ എന്ന് പറയുന്ന സൊമാറ്റിക് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഫോട്ടോസ് ഒക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ലേബൽ ABCD. A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്? ആദ്യത്തെ നേറ്റാലിറ്റി തന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് വരുന്നത് പിന്നെ ഒരാളും കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് ഇമിഗ്രേഷൻ. ദെൻ മൈനസ് വരുന്നത് ഒന്ന് മോർട്ടാലിറ്റി ആണ്, ഡെത്ത് അല്ലെ, മോർട്ടാലിറ്റി. ആൻഡ് മൈനസ് വരുന്ന മറ്റൊരാളെന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. സോ അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ. ശരി, നെക്സ്റ്റ്. Observe the equation given below. NPP is equal to GPP minus respiration. What does NPP and GPP stands for? NPP എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. GPP എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ NPPയും GPPയും. ഡിഫൈൻ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺസ്യൂമേഴ്സ് ഇല്ലേ, അവർ ഫുഡ് കഴിച്ചിട്ട് അവരുടെ ശരീരത്തിൽ കുറച്ച് ബയോമാസ് ഉണ്ടാവില്ലേ, അതിന്റെ റേറ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ബൈ ആരാ? ബൈ കൺസ്യൂമേഴ്സ്.
കൺസ്യൂമേഴ്സിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ബയോമാസ് പ്രൊഡക്ഷനെയാണ്, അതിന്റെ റേറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ GMOs? GMO എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. GMO എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. And write in 2 uses of GM plants. Genetically modified plants ന്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവരും ഡിസീസ് റെസിസ്റ്റന്റ് ആയിരിക്കാം. ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാകാറുണ്ട്. ദെൻ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, പെസ്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പിന്നെ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള പ്ലാന്റ്സ്, സ്ട്രെസ് ടോളറൻസ് ഉള്ളവർ, അതായത് ഡ്രൗട്ട് ടോളറൻസ്, സോൾട്ട് ടോളറൻസ് ഒക്കെ, സാലിനിറ്റി ടോളറൻസ് ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗേഴ്സ് A and B given below. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പിരമിഡ് A and B. A എന്ന് പറയുന്നത് നമുക്കറിയാം പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. കാരണം കാണുമ്പോൾ തന്നെ ഡ്രൈ വെയിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വെയിറ്റ് തന്ന സ്ഥിതിക്ക് അത് പിരമിഡ് ഓഫ് ബയോമാസ് ആയിരിക്കും. ഇവിടെ എണ്ണം മാത്രമാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് പിരമിഡ് ഓഫ് നമ്പേഴ്സ്. പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ. അടുത്ത, വിച്ച് കൈൻഡ് ഓഫ് പിരമിഡ് ഈസ് ഷോൺ ആസ് അപ്രൈറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏത് അപ്രൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്? അപ്രൈറ്റ് എന്ന് വെച്ചാൽ മുകളിലോട്ട് നിൽക്കുന്ന രീതിക്ക്, അത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്താ? കാരണം പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ വെയിറ്റ് കുറവാണ് പ്രൈമറി കൺസ്യൂമറിന്, അതിനേക്കാൾ കുറവാണ് സെക്കൻഡറി കൺസ്യൂമറിന്, അതിനേക്കാൾ കുറവാണ് ടെർഷ്യറി കൺസ്യൂമറിന്. സോ എ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്ത് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്? റീസൺ, പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ വെയിറ്റ് കുറവാണ്. ആസ് വി മൂവ് ഓൺ ഹയർ ട്രോഫിക് ലെവൽ ദ ഡ്രൈ വെയിറ്റ് ഡിക്രീസസ്. അതുകൊണ്ടാണ് ആ പിരമിഡ് ഷേപ്പിലേക്ക്, അതായത് അപ്രൈറ്റ് പിരമിഡ് ആയിട്ട് അത് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ്. വെരി ഈസി ക്വസ്റ്റ്യൻ. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടു പേർക്കും ഗുണമുള്ളത്. അപ്പൊ ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ്. ദെൻ പാരസൈറ്റിസിൽ ഒരാൾക്ക് ഗുണം, ഒരാൾക്ക് ദോഷം. സോ ഒരാൾക്ക് ഗുണം ഇവിടെ തന്നിട്ടുണ്ട്, സോ ഒരാൾക്ക് ദോഷം. ദെൻ കൊമൻസലിസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഗുണം, ഒരാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. സോ ഒരാൾക്ക് പ്ലസ് കൊടുക്കുക, മറ്റേ ആൾക്ക് 0 എന്ന് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ആ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ മേജർ സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. പെട്ടെന്ന് സുവോളജി കയറുന്നു. റൈറ്റ് ഔട്ട് ദ മേജർ സ്റ്റെപ്സ് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി. റീകോമിനന്റ് DNA ടെക്നോളജിയിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയെന്നാണ് ചോദ്യം. സത്യം പറഞ്ഞ DNA ഫിംഗർ പ്രിന്റിന്റെ സ്റ്റെപ്സ് പോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് DNA. ഐസൊലേഷൻ ഓഫ് DNA. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ്, അല്ലെ? കട്ടിംഗ് യൂസിംഗ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എൻഡോന്യൂക്ലിയസിന് ആവണമെന്നില്ല കേട്ടോ, എക്സോന്യൂക്ലിയസും ആകാം. സോ ജസ്റ്റ് കട്ടിംഗ് എന്ന് മാത്രം, അല്ലേ? കട്ടിംഗ് അറ്റ് എ സ്പെസിഫിക് സൈറ്റ്സ്. അടുത്ത മൂന്നാമത് അതിന്റെ സെപ്പറേഷൻ, അല്ല നമുക്ക് കോപ്പി എടുക്കണം, അല്ലേ? ഇവിടെ ആംപ്ലിഫിക്കേഷൻ ആണ് അടുത്തത്. ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR, അതായിരിക്കും ഏറ്റവും എളുപ്പം. നാലാമതെന്ന് പറയുന്നത് അതിനെ നമ്മൾ റീകോമിനന്റ് DNA നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, അല്ലേ? സോ ഇൻസേർഷൻ ഓഫ് rDNA ടു ഹോസ്റ്റ് സെൽ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് കിട്ടണം. സോ ഒബ്റ്റെയിനിങ് പ്രോഡക്റ്റ്. അതിനാണ് ബയോ റിയാക്ടർ നമ്മൾ വളർത്തുന്നത്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബയോ റിയാക്ടറിന്റെ കേസ് എഴുതാം. ലാസ്റ്റത്തേതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. സോ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ, മേജർ സ്റ്റെപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ നിമറ്റോഡ് ദാറ്റ് ഇൻഫെക്ട്സ് ദ റൂട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ് ആൻഡ് കോസ് ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ഈൽഡ്. നമ്മുടെ നിമറ്റോഡ് ഒരു നിമറ്റോഡ് ആകെ നമുക്ക് പഠിക്കാനുള്ളൂ, ടൊബാക്കോ എഫക്ട് ചെയ്യുന്നതാണ്. മെലോഡിഗൈനെ ഇൻകോഗ്നീറ്റിയ എന്നാണ് അതിന്റെ പേര്. സോ ആ പേരൊന്ന് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ മെലോഡിഗൈനെ ഇൻകോഗ്നീഷ്യ. ഓക്കെ, മെലോഡിഗൈനെ ഇൻകോഗ്നീഷ്യ. ഈ അഥവാ നിങ്ങൾക്ക് മെലോഡിഗൈനെ എന്ന് മാത്രം ഓർമ്മ വന്നോളൂ എങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. മെലോഡിഗൈനെ സ്പീഷീസ് എന്ന് എഴുതിയാൽ മതി. സ്പീഷീസ്. ഓക്കെ, മെലോഡിഗൈനെ സ്പീഷീസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. തൽക്കാലം അവസാന കൈ പ്രയോഗമാണ്. ഓർമ്മ വന്നില്ലെങ്കിൽ അങ്ങനെയെങ്കിലും എഴുതുക, അപ്പോൾ മാർക്ക് കിട്ടും. അടുത്ത, വാട്ട് ഈസ് RNA ഇന്റർഫറൻസ്? RNA ഇന്റർഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലിമെന്ററി RNA, mRNAക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി അതിനെ മാറ്റും. അങ്ങനെ വരുമ്പോൾ ആ RNAക്ക് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ ആകും. അതിനെയാണ് mRNA സൈലൻസിങ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കിനെയാണ് RNA ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ദെൻ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് RNA ഇന്റർഫറൻസ്? സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. RNA ഇന്റർഫറൻസ് ടെക്നോളജിയിൽ ഒരു DNA നമ്മൾ ഇൻസേർട്ട് ചെയ്യും ഒരു ചെടിയിലേക്ക്. ആ DNA സെൻസ് കോഡോണും ആന്റി സെൻസ് കോഡോണും അല്ലെങ്കിൽ സെൻസ് RNAയും നോൺ സെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ RNA നമ്മുടെ നിമറ്റോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന RNAക്ക് കോംപ്ലിമെന്ററി ആയിരിക്കും. സോ ഈ രണ്ട് RNAകളോട് ചേർന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറുകയും അങ്ങനെ അത് mRNA സൈലന്റ് ചെയ്യുകയും ചെയ്യും, സൈലൻസിങ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിമറ്റോഡിന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ നിമറ്റോഡുകൾ ചത്തുപോകും. ഇതാണ് ആക്ച്വലി RNA ഇന്റർഫറൻസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതുവഴി സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് നിമറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സിന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പാർട്സ് A, B, C. A എന്ന് പറയുന്നത് ആന്റിപോഡൽസ് ആണ്. B എന്ന് പറയുന്നത് പോളാർ ന്യൂക്ലിയൈ ആണ്. ആൻഡ് C എന്ന് പറയുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് C? സ്വാഭാവികം ഫിലിഫോം അപ്പാരറ്റസിന്റെ ജോലി തന്നെയാണ് പിന്നെ അടുത്ത് ചോദിക്കാനുള്ളൂ. സോ ഫിലിഫോം അപ്പാരറ്റസിന്റെ ജോലി എന്ന് പറയുന്നത് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻടു ദി സിനർജിഡ്സ്. അപ്പോൾ സിനർജിഡിന്റെ ഉള്ളിലേക്ക് ഈ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവത്തിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എഗ് അപ്പാരറ്റസിലേക്ക് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം, ഒക്കെ ഗൈഡ് ചെയ്യുന്ന വാമോനെ ഇതുവഴി കയറിപ്പോ എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന സിനർജിഡ്സ് ഫിലിഫോം അപ്പാരറ്റസ് ആണ് കേട്ടോ. ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഗൈഡ് ചെയ്യുന്നത്, പോളൻ ട്യൂബിനെ ഉള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ഡയഗ്രാം ഷോസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ rDNA ടെക്നോളജി. ഐഡന്റിഫൈ ദ ടെക്നിക്. Name the stain used in this for visualization. So ആദ്യം നമുക്ക് ഐഡന്റിഫൈ ദ ടെക്നിക്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ആൻഡ് നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ ആണ്. എത്തിഡിയം ബ്രോമൈഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇലൂഷൻ? എന്താണ് ഇലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗറോസ് ജെൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അല്ലെ, കട്ട് ചെയ്ത് DNA ഫ്രാഗ്മെന്റ്സിനെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. സോ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ആർ കട്ട് ഫ്രം അഗറോസ് ജെൽ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇലൂഷൻ. ഇതിനെയാണ് വിളിക്കുന്നത് ഇലൂഷൻ എന്ന് വിളിക്കുന്നത്. സോ അതോടുകൂടി നമ്മുടെ 20 ബോട്ടണി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നമ്മൾ സാധാരണ ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സർപ്രൈസിങ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സൂപ്പർ ആയിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഇനി നമുക്ക് സുവോളജി. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങൾ മോഡൽ എക്സാം എല്ലാം കിടുക്കി അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ്, യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും എന്താണ് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇനി എന്താണ്, നമുക്ക് പബ്ലിക് എക്സാം അടിപൊളിയാക്കണം, പൊളിക്കണം. സോ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് നമുക്ക് എന്താണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം അല്ലെ. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓൾറെഡി ബോട്ടണിയുടെ ആൻസർ കീ ഡിസ്കഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയുടെ ആൻസർ കീ ഡിസ്കഷൻ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും യെസ് നല്ല ഉഷാറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, യെസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഇവിടെ റെഡിയാണ്. നമുക്ക് ഓരോന്നിന്റെ ആൻസർ എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എഴുതാം. അപ്പൊ എല്ലാവരും റെഡിയാണ്, പവറാണ്, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേടാ, ആദ്യത്തത് നമ്മുടെ 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇടാ 1 മാർക്കിന്റെ ചോദ്യമാണ്. ആദ്യം തന്നെ നമ്മളോട് ഓഡ് വൺ ഔട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സെർവിക്കൽ കനാൽ ഉണ്ട്, വജൈന ഉണ്ട്, എപ്പിഡൈഡമസ് ഉണ്ട്, ആംപ്യൂള ഉണ്ട്. നമുക്കറിയാം ദിസ് ഈസ് എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മുടെ എപ്പിഡൈഡമസ് എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സോ ഇവിടെ ഓഡ് വൺ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേടാ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. കൊക്കൈൻ ഈസ് ഗിവൺ ടു പേഷ്യൻസ് ആഫ്റ്റർ സർജറി ആസ് ഇറ്റ് സ്റ്റിമുലേറ്റ് റിക്കവറി. ആണോ? അല്ല. ചൂയിങ് ടൊബാക്കോ ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. ആണോ? അല്ല. ബാർബിറ്റുറേറ്റ്സ് ഡിപ്രഷനും ഇൻസോമിയം കൂട്ടുകയാണോ ചെയ്യുന്നത്? അല്ല. മോർഫിൻ ഈസ് ഗിവൺ ടു പേഷ്യന്റ് ഹു ഹാവ് അണ്ടർഗോൺ സർജറി ആസ് പെയിൻ കില്ലർ. വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പെയിൻ കില്ലേഴ്സ് ആയിട്ട് നമ്മൾ മോർഫിൻ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്.
നമ്മളോട് എന്താണ് സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഓഫ് എ ഫാമിലി ഷെയറിംഗ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ഡയഗ്രാം അത്ര ക്ലിയർ അല്ലെങ്കിൽ കൂടി നമ്മുടെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലുള്ള അസുഖമാടാ നമുക്കറിയാം. യെസ്, അതൊരു സെക്സ് ലിങ്ക്ഡ് ആണോ? അല്ല. പിന്നെ അതെന്താണ്, ഒരു ഡോമിനന്റ് ആൻഡ് റിസസീവ് കാറ്റഗറിയിൽ വരുമ്പോൾ എന്താണ്, റിസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. സോ നമ്മൾ പെഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവില്ല ഏതൊക്കെയാണ് ഷെയ്ഡഡ് ഏതൊക്കെ ഷെയ്ഡഡ് എന്ന്. പക്ഷെ ഇവിടെ എന്താണ്, സിക്കിൾ സെൽ അനീമിയ എന്ന് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആൻസർ ആയിട്ട് എഴുതും? യെസ്, ഓട്ടോസോമൽ റിസസീവ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കും. അടുത്ത ചോദ്യം, ഇന്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഇറ്റ്സ് ഫുൾ ടേം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താടാ? യെസ്, നമ്മൾ MTP എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താടാ? യെസ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഹൗ മെനി തൈമിൻ ബേസസ് വിൽ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹാവ് ഇഫ് ഇറ്റ് ഹാസ് 30 ഗ്വാനിൻ ബേസസ്? അതായത് 30 ഗ്വാനിൻ ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര തൈമിൻ ഉണ്ടാകും എന്നാണ്. തൈമിൻ ഉണ്ടാവും എന്നാണ്. ഇപ്പൊ നമുക്ക് ഗ്വാനിൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? സൈറ്റോസിനും ഇവിടെ എത്രയാന്ന് എഴുതാം? യെസ്, 30 തന്നെയാന്ന് എഴുതാം അല്ലെ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മളോട് ശരിക്കും അവർ ചോദിക്കേണ്ടത് എത്ര തൈമിൻ ബേസസ് ഉണ്ടാവും ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് 30 എന്താണ്? യെസ്, 30 അഡിനിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇത് കറക്റ്റ് ആയിരുന്നു. കാര്യം 30 അഡിനിൻ ആണെങ്കിൽ 30 തൈമിൻ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണമായിരുന്നു? യെസ്, ഹൗ മെനി എന്താണ് തൈമിൻ ബേസസ് വിൽ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹാവ് ഇഫ് ഇറ്റ് ഹാസ് 30 എന്താണ്? യെസ്, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അഡിനിൻ ബേസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇൻ കേസ് ഇവിടെ ഗ്വാനിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഹൗ മെനി സൈറ്റോസിൻ ബേസസ് വിൽ ഇറ്റ് ഹാവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമായിരുന്നു. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ്? യെസ്, അഡിനിൻ എത്ര കൊടുക്കാം? 30 കൊടുക്കാം. 30 ബേസസ് കൊടുക്കാം. കാര്യം എന്താണ്? യെസ്, തൈമിൻ 30 ഉള്ളതുകൊണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതിനെ മാറ്റാം. ഓക്കെ അല്ലേ? യെസ്, തൈമിൻ 30 ആണ്, അഡിനിൻ 30 ഉള്ളതുകൊണ്ട് തൈമിൻ 30 ആണ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ചെറിയ തെറ്റുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. യെസ്, നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ മാസത്തിന് ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആഫ്റ്റർ ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യെസ്, ഹാർട്ട് ഫോം ചെയ്യുന്നതാണ് അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാം? യെസ്, ഹാർട്ട് ഇസ് ഫോംഡ്. രണ്ടാമത്തത് എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സെക്കൻഡ് മന്തിന് ശേഷം അല്ലെ എൻഡിലേക്ക് വരുമ്പോൾ ലിംസും ഡിജിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഓപ്ഷൻ. ഇനി എൻഡ് ഓഫ് 12 വീക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 12 വീക്സിന് ശേഷം എന്താ സംഭവിക്കുക? കൂടുതൽ ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങും അല്ലെ. യെസ്, കൂടുതൽ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടി തുടങ്ങും. ഇനി 5th മന്ത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആദ്യത്തെ മൂവ്മെന്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് തുടങ്ങുന്നത് എന്താണ്? യെസ്, 5th മന്തിലാണ്. അപ്പൊ ഇതൊരു ടാബുലാർ കോളം തന്നെ ആക്കിയിട്ട് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കടാ. DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്സിന്റെ കുറെ സ്റ്റെപ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ഐസൊലേഷൻ ഓഫ് DNA ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് നമ്മളോട് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യണം അല്ലെ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് യൂസ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്യണ്ടേ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് കൊടുക്കാം? യെസ്, ഡൈജഷൻ ഓഫ് DNA ബൈ എന്താണ്? യെസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ യെസ് എൻഡോന്യൂക്ലിയസസ്. ഓക്കെ അല്ലേടാ. അതിനുശേഷം ഡൈജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക ബൈ ഇലക്ട്രോഫോറസിസ് മെത്തേഡ്. ഇലക്ട്രോഫോറസിന് ശേഷം നമ്മൾ അതിനെ എന്താണ്? യെസ്, ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ. നമ്മളതിനൊരു നൈട്രോസെല്ലോ ഷീറ്റിലേക്കോ നൈലോൺ ഷീറ്റിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ VNTR യൂസ് ചെയ്തിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുന്നുണ്ട്. എന്താണ്? വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് അല്ലെ. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ഇതിനെ എന്തിനു വേണ്ടിയിട്ടാണ് VNTR യൂസ് ചെയ്ത്? കളേർഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എഴുതേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ? യെസ്, ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ എന്താണ്? ഓട്ടോ റേഡിയോഗ്രഫി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് VNTR. എന്താടാ VNTRന്റെ ഫുൾ ഫോം? യെസ്, നമുക്കറിയാം വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് അല്ലെ. വേരിയബിൾ നമ്പർ
യെസ്, ടാൻഡം റിപ്പീറ്റ്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേടാ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കടാ. യെസ്, മെനി ചിൽഡ്രൻ ഇൻ മെട്രോ സിറ്റീസ് ആർ സഫറിംഗ് ഫ്രം എ വെരി കോമൺ എക്സാഗ്രേറ്റഡ് റെസ്പോൺസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൺ വീക്ക് ആന്റിജൻസ് ഇൻ എയർ. നമ്മൾ കോമൺ ആയിട്ട് അതിന് എന്ത് പേരിട്ടാ വിളിക്കുക? അലർജി എന്നല്ലേ വിളിക്കുക. വി ആർ അലർജിക് ടു ദിസ്, വി ആർ അലർജിക് ടു ദാറ്റ്, അങ്ങനെയൊക്കെയല്ലേ പറയാം. അപ്പൊ ഡസ്റ്റ് അലർജി ഉണ്ടാവും, ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, സ്മോക്ക് അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്താണ് പല രീതിയിലുള്ള അലർജീസ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ആനിമലിന്റെ മൈറ്റ്സ് എന്താണ് ഇതുപോലെ എന്താണ് അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇനി നെയിം ദ ടൈപ്പ് ഓഫ് ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ, നമ്മുടെ അലർജിയുടെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി IgE ആണ് അല്ലെ. IgE ആണ്. എല്ലാ ആന്റിബോഡീസും ഓർമ്മയില്ലേ? ഗാഡം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. IgG, IgA, Yes, D, E and M. Okay അല്ലേ? ഇനി which are the two main inflammation causing chemicals? ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന രണ്ട് എന്താണ്? യെസ്, ഇൻഫ്ലമേഷൻ കോസിങ് ആയിട്ടുള്ള കെമിക്കൽസ്. ഒന്ന് നമ്മുടെ ഹിസ്റ്റമിൻ ആണ് അല്ലെ. ഒന്ന് നമ്മുടെ ഹിസ്റ്റമിൻ ആണ്. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, സെറോട്ടോണിൻ എന്ന് നമുക്ക് കൊടുക്കാം. ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ ആണ് രണ്ട് കെമിക്കൽസ്. അടുത്തത് യെസ്, നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇവിടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉള്ള സ്ഥിതിക്ക് നമ്മളോട് എ എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താടാ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. ഇനി ഇവിടെ ബി, നമ്മുടെ ഈ സെൽസിന്റെ അടുത്ത് നിൽക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ബി, വിച്ച് ഇസ് നോൺ ആസ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ നേഴ്സ് സെൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്താടാ ഇതിന്റെ ഫംഗ്ഷൻ? നമ്മുടെ സ്പേംസിന് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ അല്ലേ. സോ എന്താണ്? provide nutrition to the germ cell. Provide nutrition to the എന്ത് കൊടുക്കാം? യെസ്, germ cells എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതുപോലെ മേജർ കോസ് ഓഫ് ഡെത്ത് തന്നെയാണ്. എങ്ങനെയാണ് ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ സ്പെഷ്യൽ പ്ലേസ്. അതൊരിക്കലും എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്തി അവിടെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കില്ല. സോ നമുക്ക് എന്ത് കൊടുക്കാം? ബിനൈൻ ട്യൂമേഴ്സ് എന്ന് കൊടുത്തിട്ട് റിമെയിൻ കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ. റിമെയിൻഡ് എന്ന് കൊടുക്കണ്ട കേട്ടോ. റിമെയിൻ കൺഫൈൻഡ് ടു ദെയർ യെസ് എന്താ കൊടുക്കുക? അവരുടെ ഒറിജിനൽ ലൊക്കേഷൻ അല്ലെ. റിമെയിൻ കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ and do not spread to other parts of the body. Do not spread to other parts of the body. Other parts of the body. Cause little damage അല്ലേ. വളരെ ചെറിയ ഡാമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കോസ് ലിറ്റിൽ എന്താണ്? ഡാമേജ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി രണ്ട് ടെക്നിക്സ് ആണ് നമ്മുടെ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യുന്ന. ഒരുപാട് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതാം. ഒന്ന് നമുക്ക് ബയോപ്സി എഴുതാം. പിന്നെന്താണ്? ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ് എഴുതാം അല്ലെ. ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ് കൊടുക്കാം. പിന്നെന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? എന്താണ്? എക്സ്റേസ്, യൂസ് ഓഫ് എക്സ്റേസ് നമുക്ക് കൊടുക്കാം. അതുപോലെ എന്താടാ? CT കൊടുക്കാം അല്ലെ. കമ്പ്യൂട്ടേറ്റഡ് ടോമോഗ്രഫി കൊടുക്കാം. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? MRI പഠിച്ചിട്ടുണ്ട് അല്ലെ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇതെല്ലാം എന്താണ്? ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് അല്ലേടാ മക്കളെ? ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഗിവ് എക്സാമ്പിൾസ് ഓഫ് മൈക്രോബ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. ഒന്ന് നമ്മുടെ ബ്യൂട്ടൈറിക് ആസിഡ് ആകുമ്പോൾ നമുക്കൊന്നും നോക്കണ്ട. ദാറ്റ് ഈസ് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടൈലിക്കം ആണ്. കറക്റ്റ് അല്ലേ? ഇനി സൈക്ലോസ്പോറിൻ എ ഏതാടാ? നമ്മുടെ ട്രൈക്കോഡെർമ എന്താണ്? പോളിസ്പോറം ആണ് അല്ലെ. ട്രൈക്കോഡെർമ പോളിസ്പോറം ആണ്. ഇനി നമ്മുടെ സിട്രിക് ആസിഡ് ഏതാടാ? നമ്മുടെ ആസ്പെർജില്ലസ് നൈജർ ആണ്. ആസ്പെർജില്ലസ് നൈജർ ആണ്. നൈജർ. ഇനി നമ്മുടെ സ്റ്റാറ്റിൻസ് ഏതാണ്? ഈസ്റ്റ് ആയിട്ടുള്ള മൊണാസ്കസ് പെർപ്യൂരിസ് ആണ് അല്ലെ.
മൊണാസ്കസ് പെർപ്യൂരിയസ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് സയന്റിഫിക് നെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേടാ? യെസ്, അങ്ങനെ 4 എണ്ണം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, ഈ ഡയഗ്രാം കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഏതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. നമ്മുടെ ട്യൂബെക്ടമി ആണ്. കാര്യം നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്തിട്ടുണ്ട്, ടൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ കോൺട്രാസെപ്ഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇതിവിടെ ചെയ്യുന്നത്? ഇറ്റ് ആക്ച്വലി ബ്ലോക്സ് ദ ഗമേറ്റ് ട്രാൻസ്പോർട്ട് അല്ലേ, ആൻഡ് ദെയർ ബൈ പ്രിവെന്റ് എന്താണ് പ്രഗ്നൻസി എന്നാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? യെസ്, ഇറ്റ് ബ്ലോക്സ് ഗമേറ്റ് ട്രാൻസ്ഫർ. അതായത് ഗമേറ്റ് ഉണ്ടായാൽ തന്നെ അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റില്ല. സോ ഇറ്റ് ബ്ലോക്സ് ഗമേറ്റ് ട്രാൻസ്ഫർ ആൻഡ് thereby prevent pregnancy യെസ്, പ്രഗ്നൻസി എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ CDIRA ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവിന്റെ പേര്, ഇത് നമ്മൾ ഒരുപാട് തവണ പേര് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണല്ലേ, നമ്മുടെ സഹേലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? യെസ്, ഇയാളെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഡാർവിൻ സ്ഫിഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? യെസ്, നമ്മുടെ ഡാർവിൻ സ്ഫിഞ്ചസ് ആണ്. വിച്ച് ഫിനോമിനൻ ഓഫ് എവല്യൂഷൻ ഈസ് റെപ്രസെന്റഡ്? ഏതാടാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അഡാപ്റ്റീവ് റേഡിയേഷൻ ആണല്ലേ. ഡാർവിൻ സ്ഫിഞ്ചസിനെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ഇനി ഏത് അയർലൻഡിലാണ് നമ്മൾ ഈ ഒരു ഡാർവിൻ ഫിഞ്ചസിനെ കണ്ടിട്ടുള്ളത്? നമ്മുടെ ഗാലപ്പാഗോസ് അയർലൻഡിലാണ് അല്ലേ. നമ്മുടെ ഗാലപ്പാഗോസ് അയർലൻഡിലാണ് എന്തുള്ളത്? ഈ ഒരു വെറൈറ്റി ഓഫ് ഫിഞ്ചസ് ഉള്ളത്, വിച്ച് ഈസ് നോൺ ബൈ ദ നെയിം എന്താണ്? നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ്. ഇനി നോക്കിക്കേ, റീന argued that if father has B blood group and mother has A blood group, their children can only have A, B or AB. O ഒരിക്കലും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രോസ് വെച്ചിട്ട്. അപ്പൊ അച്ഛന് ബിയും അമ്മയ്ക്ക് എയും ആണ്. സോ ഇവിടെ എഴുതാൻ വേണ്ടി പോവാണ്. അച്ഛന് ബി ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ എന്താണ് അമ്മയ്ക്ക് എ ബ്ലഡ് ഗ്രൂപ്പും ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ എഴുതാൻ വേണ്ടി പോവാ. ബി ആകുമ്പോൾ നമ്മൾ IBI. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനത്തെ ക്രോസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹോമോസൈഗസിനെ ഒരിക്കലും എടുക്കരുത്. അതായത് ഇപ്പൊ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിന് 2 ജീനോടൈപ്പ് പോസിബിൾ ആ. ഒന്നല്ലെങ്കിൽ IB എഴുതാം, അല്ലെങ്കിൽ IBI എഴുതാം അല്ലെ. അപ്പം എ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ 2 ജീനോടൈപ്പ് പോസിബിൾ ആ. അതായത് IA എന്നും എഴുതാം, I എന്നും എഴുതാം. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങളോട് ജീനോടൈപ്പ് എഴുതാൻ ചോദിച്ചാലൊക്കെ നിങ്ങൾ ആ 2 ജീനോടൈപ്പ് എഴുതുക. പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഈ രീതിയിൽ സെലക്ട് ചെയ്യുക. സോ എന്താണ്? IAI ആണ്. സോ ഇവിടെയുള്ള ഗ്യാമെറ്റുകളെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. യെസ്, ഗ്യാമെറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? യെസ്, ഇത് ഫ്യൂസ് ചെയ്യുന്നതായിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. യെസ്, ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് IAIB ആകുന്നു. ആൻഡ് ദെൻ ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് IBI ആകുന്നു. ഇവിടെ 2 എണ്ണം കൂടി ഫ്യൂസ് ചെയ്തിട്ട് IAI ആവുന്നു. അതുപോലെ ഇവിടെ ഫ്യൂസ് ചെയ്തിട്ട് എന്താണ്? II ആയിട്ട് മാറുന്നു. സോ ഇനി നോക്കിക്കേ, ഇത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? AB ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? AB ഗ്രൂപ്പ് എന്ന് ഇതിനെ കൊടുക്കാം. എന്താടാ? AB ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ B ഉണ്ട്. സോ എന്താണ്? B ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇത് നമ്മുടെ A ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇനി ഇത് നമ്മുടെ O ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ ആണോ? സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ആൻസർ ഒരു കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്കിവിടെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് കൊടുത്തിട്ട് A, B അതുപോലെ എന്താണ്? ABO 4 ബ്ലഡ് ഗ്രൂപ്പും പോസിബിൾ ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആ കുട്ടികൾക്ക് AB മാത്രമേ വരുള്ളൂ. സോ ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നോ, നമ്മൾ ഇതിനോട് അഗ്രി ചെയ്യുന്നില്ല. പിന്നെ എന്താണ് കാര്യം? എന്താണ്? O ഗ്രൂപ്പ് ഈസ് ഓൾസോ ഫൗണ്ട്. എന്താണ്? O ഗ്രൂപ്പും എന്താണ്? പോസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മളോട് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ്? യെസ്, ക്രോസ് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ട് ഇവിടെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ്, മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു വൃത്തിയാണ്. അതുകൊണ്ടാണ് മിസ് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഒബ്സർവ് ദ സീക്വൻസ് ഓഫ് കോഡോൺ ഇൻ mRNA ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ചേഞ്ചസ് നീഡഡ് ഇൻ ദ ഫസ്റ്റ് കോഡോൺ എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണമാണ്. ടു സ്റ്റാർട്ട് ദ ട്രാൻസ്ലേഷൻ പ്രോസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും സ്റ്റാർട്ട് കോഡോൺ ആണ് വരേണ്ടത് അല്ലേ. സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ AUG ആണ് അല്ലേ. AUG ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിവിടെ എന്ത് ചേഞ്ചാ കൊണ്ടുവരാൻ പറ്റുകയെന്ന് വെച്ചാൽ ചേഞ്ച് എന്താണ്? AUA ടു എന്താണ്? AUG ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇഫ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട്സ് ബൈ ദാറ്റ് ചേഞ്ച് ടിൽ വിച്ച് കോഡോൺ ഇറ്റ് മേ കണ്ടിന്യൂസ്. എവിടെയാണ് സ്റ്റോപ്പ് കോഡോൺ വരുന്നത് അവിടെ വരെ ട്രാൻസ്ലേഷൻ നിൽക്കും അല്ലേ. സോ ഇവിടെ എന്താണ്? UAG UGA യെസ്, ഇതൊക്കെയാണ് നമ്മുടെ UAG ഒക്കെയാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ. യെസ്, അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് കോഡോൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വിച്ച് മീൻസ് ഇവിടം വരെ ട്രാൻസ്ലേഷൻ പോകുന്നുണ്ട്. അതായത് 1,
2 3 4 5 പിന്നെ 6th വരെ അത് എത്തുന്നുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, യെസ് 5 ട്രിപ്ലറ്റ് കോഡോൺസിലും എന്ത് ചെയ്യുന്നുണ്ട്, യെസ് നമ്മുടെ ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. സോ എന്ത് നമുക്ക് ചെയ്യാം, എന്താണ് അപ് ടു എന്താണ് 6th ട്രിപ്ലറ്റ് കോഡോൺ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ ആണോ? 6ാമത്തെ കോഡോൺ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ 6ാമത്തെ കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ ആണ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ 5 എണ്ണം വരെ എന്താണ് നമ്മുടെ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ, നമ്മുടെ എവല്യൂഷൻ ഓഫ് മാൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഡ്രയോപിത്തീക്കസ് ആണെങ്കിൽ രണ്ടാമത്തെ നമുക്കറിയാം ദാറ്റ് ഈസ് രാമാപിത്തീക്കസ് ആണ് അല്ലെ, രാമാപിത്തീക്കസ് ആണ്. ഓസ്ട്രലോപിത്തീഷ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ആരാണ്, നമ്മുടെ ഹോമോ ഹാബിലിസ് ആണ് അല്ലേടാ, ഹോമോ ഹാബിലിസ് ആണ്. അതിനുശേഷം ആരാണ്, നമ്മുടെ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസിന് ശേഷം നമ്മുടെ നിയാണ്ടർ താൽമാൻ ആണ്, നമ്മുടെ നിയാണ്ടർ താൽമാൻ ആണ് ലാസ്റ്റ് വൺ ആയിട്ട് നമ്മുടെ ഹോമോ സാപ്പിയൻസ് ആണ് വരുന്നത്. ഇതും കറക്റ്റ് ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി നോക്കിക്കേ, യു കാരിയോട്സിൽ നമ്മുടെ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ട്രാൻസ്ക്രിപ്ഷന് ശേഷം ഉണ്ടായിരുന്ന RNA കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട് അല്ലേ. അതായത് ഇൻട്രോൺസിനെയൊക്കെ ഒഴിവാക്കി എക്സോൺസിനെ ജോയിൻ ചെയ്ത് നമ്മളതിനെ പ്രോപ്പർ ഒരു mRNA ആയിട്ട് മാറ്റുകയാണ്, പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നേ. നമ്മളതിനെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 പ്രോസസ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സ്പ്ലൈസിങ് ആണ്, പിന്നെ ഒന്ന് നമ്മുടെ ക്യാപ്പിംഗ് ആണ്, പിന്നെന്താണ് നമ്മുടെ ടെയിലിംഗ് ആണ്. അതാണ് 3 പ്രോസസ്സ്. ഇനി കോഡിംഗ് സീക്വൻസ് എക്സ്പ്രസ്ഡ് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോൺസ് അല്ലെ. കോഡ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ഇൻട്രോൺസ് എന്നാണ് വിളിക്കുന്നത്, കോഡ് ചെയ്ത ആൾക്കാരെ എക്സോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ട്രൂ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യെസ് ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് RNA പോളിമറേസ് ട്രാൻസ്ക്രൈബ് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് RNA പോളിമറേസ് 3 ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. യെസ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. യെസ്, നമ്മളോട് സ്കീമാറ്റിക് ഡയഗ്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലെ. യെസ്, ഫ്രാഗ്മെന്റ്സ് ആവുക അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നഷ്ടപ്പെടുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് എക്സാമ്പിൾ അതിന് എഴുതുമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ബീഫ് കാറ്റിലിനെ ഗ്രേസ് ചെയ്യാനും സോയാബീൻ കൾട്ടിവേഷനും കൊടുത്ത കാര്യം നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. സോ നമുക്കിവിടെ എന്ത് എഴുതാം, യെസ് ഡീഫോറസ്റ്റേഷൻ ഓഫ് എന്താണ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഡീഫോറസ്റ്റേഷൻ ഓഫ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ബി, നമ്മുടെ സ്റ്റെല്ലർ സീക്കൗവിനെ എടുത്തിട്ടുള്ളത് ഏതാടാ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലെ. പാസഞ്ചർ പീജണും സ്റ്റെല്ലർ സീക്കവും ഒക്കെ പോയിട്ടുള്ളത് ഇത് തന്നെയാണ്. സോ അടുത്ത റീസൺ ആയിട്ട് ഇവിടെ എന്ത് എഴുതാം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കൊടുക്കാം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇനി കോ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്, മ്യൂച്വലിസം. അടുത്തത് ലന്റാന, നമ്മുടെ പാർത്തീനിയം ലന്റാന ഒക്കെ എന്തിൽ വരുന്നതാണ്, ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം, യെസ് ഏലിയൻ സ്പീഷ്യസ് ഇൻവേഷൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് കൊടുക്കാം. ഇനി സർട്ടൻ റീജിയൻസ് ആർ ഐഡന്റിഫൈഡ് ആസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പീഷ്യസ് റിച്ച്നസ്, ഏറ്റവും കൂടുതൽ സ്പീഷ്യസ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാം, യെസ് ബി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ദീസ് റീജിയൻസ് ആർ വിത്ത് very high levels of എന്താണ്, species richness, very high levels of species richness and പിന്നെന്താണ്, യെസ് ആൻഡ് ഹൈ, വേറെന്താ കൊടുക്കുക, യെസ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവികളുള്ള സ്ഥലവും കൂടി അതാണ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഇനി നമ്മളോട് അടുത്ത ചോദ്യം പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ട്, ഇന്ത്യയിലുള്ളൊരു ഹോട്ട്സ്പോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എഴുതാം അല്ലെ. യെസ്, അപ്പൊ നമുക്ക് എന്താ ആൻസർ കൊടുക്കുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് കൊടുക്കാം ആൻഡ് ശ്രീലങ്ക കൊടുക്കാം. പിന്നെന്താ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ്, യെസ് ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ കൊടുക്കാം അല്ലെ. ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ ഇതൊക്കെ എന്താണ്, യെസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, യെസ് നമ്മളോട് ആർട്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ടേംസ്. ആദ്യത്തത് ഈ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം. ഒരു ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ അവർക്ക് എന്താ കൊടുക്കേണ്ടത്, ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ദാറ്റ് ഈസ് എന്താണ്, ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യുന്നത്.
അടുത്തത് നമ്മുടെ മെയിൽ പാർട്ട്ണറിന് എന്താണ് സീമനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്താ, വെരി ലോ സ്പേം കൗണ്ട് ഒക്കെ കാരണമാകാം. സോ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ട് ഏതാണ്, AI ആണ് അല്ലെ. വിച്ച് മീൻസ് എന്താണ്, യെസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ 2 രീതിയിൽ നമ്മൾ സൈഗോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. 8 ബ്ലാസ്റ്റോമിയസ് വരെയാണെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്കും അതിന് മേലെയാണെങ്കിൽ നമ്മൾ യൂട്രസിലേക്കും. അങ്ങനെ 8 ബ്ലാസ്റ്റോമിയസ് വരെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ സിഫ്റ്റ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക, ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി നമ്മൾ യൂട്രസിലേക്ക് കൊടുക്കുന്നതിനെ IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അത് 8 ബ്ലാസ്റ്റോമിയസിൽ കൂടുതലാണെങ്കിലാണ് മാത്രം. ഇനി യെസ് ഡിഫറൻസ് ഇൻ ക്രോമസോം നമ്പർ ഓഫ് എ പേഴ്സൺ, അതിൽ 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് പ്ലസ് XX ഓർ XY നോർമൽ കണ്ടീഷൻ ആണ് അല്ലേ. യെസ് നോർമൽ കണ്ടീഷൻ ആണോ, 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് ആണ് ഉള്ളത്. അടുത്തത് 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് പ്ലസ് X0 എന്ന് കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഒരു X ആബ്സെന്റ് ആണ്. ഇനി 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് പ്ലസ് XXY ഒരു X അധികമാണ്. ഇനി ഐഡന്റിഫൈ എ പേഴ്സൺ ഹൂ സഫർ ഫ്രം ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. അപ്പൊ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോമിലുള്ളതാണ് നമ്മുടെ C എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് 22 പെയർസ് ഓഫ് ഓട്ടോസോംസ് ഉണ്ടാവും, അഡീഷണൽ ആയിട്ടുണ്ട് എന്താണ്, ഒരു X ക്രോമസോം അഡീഷണൽ ആയിട്ടുണ്ടാവും. സോ ഇതിൽ ഏത്, അപ്പൊ ഇത് ക്ലൈൻഫെൽട്ടർ ആണ്, ഇത് നമുക്ക് എഴുതാം ക്ലൈൻഫെൽട്ടർ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്, ടേർണർ സിൻഡ്രോം ഉള്ള ആളുടേതാണ് അല്ലെ. ടേർണർ സിൻഡ്രോം ഉള്ള ആളുടെയാണിതെന്ന് നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി അറിയാം. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ. ഇനി റൈറ്റ് എനി 2 സിംറ്റംസ്. നമുക്കറിയാം ക്ലൈൻഫെൽട്ടർ സിംറ്റം ഉള്ള ആൾക്കാരുടെ കേസിൽ ഗൈനക്കോമാസ്റ്റിയ ഉണ്ട് അല്ലെ. ഗൈനക്കോമാസ്റ്റിയ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. സോ ഗൈനക്കോമാസ്റ്റിയ നമുക്ക് എന്ത് കൊടുക്കാം, യെസ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ എന്താണ്, മെയിൽസ് ആണ് ഗൈനക്കോമാസ്റ്റിയ. അതുപോലെ ഈ ഇൻഡിവിജ്വൽസ് എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും കേട്ടോ. ഇൻഡിവിജ്വൽസ് ആർ എന്ത് നമുക്ക് കൊടുക്കാം, യെസ് അവരെന്താണ്, സ്റ്റെറൈൽ ആണ് എന്ന് കൂടി നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും, മോഡൽ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നമുക്ക് പബ്ലിക് എക്സാം ലാസ്റ്റത്തെ ബോർഡ് എക്സാം ഉഷാറാക്കണം. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ മക്കൾക്കും എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആയി എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ അഷ്ടമി മിസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ.